കാസർഗോഡ് പടന്നക്കാട് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നു മെഡിക്കൽ റിപ്പോർട്ട്. പെൺകുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ചേരുന്നത് അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന്. അരുൺ, ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, 8 വയസ്സുകാരിക്ക് നേരെ ശാരീരിക ഉപദ്രവം ഉണ്ടായി എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിന് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പ്രതിയുടെ ഉദ്ദേശം മോഷണം മാത്രമായിരുന്നില്ല, കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പുലർച്ചെ 2:30 കൂടിയാണ് ഈ പ്രതി കുട്ടിയുടെ വീട്ടിലെത്തി, പടന്നക്കാട് ഒഴിഞ്ഞ കടവിലുള്ള വീട്ടിലെത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കുട്ടി മുത്തശ്ശനൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മുത്തശ്ശൻ പുറത്തേക്ക് പോയ തക്കം നോക്കിയാണ് ഈ പ്രതി കുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. 4:45 കൂടി പാടത്ത്, അതായത് തൊട്ടപ്പുറത്ത് 1 കിലോമീറ്ററോളം അകലെയുള്ള ഞാണിക്കടവ് എന്ന സ്ഥലത്തെ ഒഴിഞ്ഞ പാടശേഖരത്തിലാണ് കുട്ടിയെ ഉപേക്ഷിച്ചത്. തുടർന്ന് കുട്ടി അടുത്തുള്ള ഒരു വീട്ടിലെത്തി വാതിൽ മുട്ടി ആ വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ വീട്ടുകാർ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു. പോലീസിനും മൊഴി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ പ്രദേശത്തെ ക്രിമിനലുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വീട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചതെന്ന് പോലീസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു അന്വേഷണമാണ് പോലീസും നടത്തുന്നത്. ആ പ്രദേശത്തെ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്റ്റീന, കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറക്കൽ. ഇനിയൊരു ഇടവേളയാണ്.